ഞങ്ങളുടെ കല്യാണം എങ്ങാനും മുടക്കാൻ നീ ശ്രമിച്ച പ്രിയംവതി ആന്റിയോട് ഞാൻ ആ സത്യം അങ്ങ് തുറന്നു പറയും. അല്ലെങ്കിൽ തന്നെ ആന്റിയൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ചെന്നൊന്ന് പറഞ്ഞാ മതി. അങ്ങോട്ട് നോക്കിക്കേ ചാരുവിനെ വിവേകിനെ. എത്ര സന്തോഷത്തിലാ അവര്. അവരുടെ ആ സന്തോഷം തകർക്കണം നിനക്ക്. പറയേ മേഘനെ, പറയ. ഞാൻ ചെല്ലട്ടെ. മഞ്ജരി, അയ്യോ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇന്നലെ നീ എന്താ എന്നോട് പറഞ്ഞേ? പുറത്തുള്ളവരെ മുന്നിൽ വെച്ച് വീട്ടിലുള്ളവരെ നാണം കെടുത്തരുതെന്ന്. സോ ഞാനത് ആരോടും പറയില്ല. പക്ഷേ ഞങ്ങളുടെ കല്യാണം മാത്രം മുടങ്ങരുത്. അതെങ്ങനെ നടക്കാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടോ. നിന്റെ ഈ കോൺഫിഡൻസ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ സെലിബ്രേഷൻ തുടങ്ങി, ആൾക്കാർ എത്തുകയും ചെയ്തു. മിഥുന്റെ കുടുംബം ഇവിടെ തന്നെയുണ്ട്. അവരിവിടെ ഉള്ളപ്പോ മിഥുനെ കൊണ്ട് എങ്ങനെ നീ താലി കെട്ടിക്കും? എന്റെ അതിനുള്ള ബ്രഹ്മാസ്ത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരിയാ, എന്താന്ന് പറഞ്ഞില്ല. അതാണ് എന്റെ അസ്ത്രം. ആര്, ചാരുവോ? നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചാരുവിന്റെ കാര്യം നീ നോക്കിയാ മതി. മിഥുന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഭയങ്കര സാധനാണല്ലോ മഞ്ജരി. നിന്റെ അടുത്ത് ഉള്ളതൊന്നും അത്ര നിസാരപ്പെട്ട വെപ്പൺസ് അല്ല, ആറ്റം ബോംസാ. ഐ നോ. ഇതൊക്കെ നടക്കുന്നേ. മിഥുൻ, വാട്ട് ഈസ് ദിസ്? നിന്റെ മിസ്സിസ് എവിടെ? എന്തു പറ്റി? സരയുവിന്റെ ക്ഷണം അനുസരിച്ചാ നമ്മളെല്ലാരും ഇങ്ങോട്ട് വന്നത്. ഇവരെന്തോ നിന്നെ കളിയാക്കിയതിന്റെ പേരിൽ നീ സീരിയസ് ആയെന്ന് കേട്ടു. അതൊന്നും പോരാഞ്ഞിട്ട് നിന്റെ മിസ്സിസ് ഇവരെ വായി തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞൊന്നും കേട്ടു. എന്താ അവരുടെ വിചാരം? അവള് ചെയ്തൊക്കെ ശരി തന്നെ. അത്രത്തോളം വൃത്തികേട ഇവൻ എന്നെ കുറിച്ച് സംസാരിച്ചേ. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത മിഥുൻ? ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞുള്ളൂ. മഞ്ജരി നിന്റെ പഴയ ലവറായിരുന്നല്ലോ. അതുപോലെ നീ ഭാര്യയുടെ കൂടെ അവളെയും കൂട്ടിക്കൊണ്ടല്ലേ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതും. അതിനെക്കുറിച്ചാണ് ഞാൻ നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞത്. ഇനി ആ ടോപ്പിക്കായിട്ട് വന്ന മര്യാദ ഉണ്ടാവില്ലേ? എന്താ മിഥുൻ, വാണിങ്ങാണോ? നീ വൈഫിനെ ലവറിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോ ഞങ്ങൾ എന്താ മിണ്ടാതിരിക്കണോ? ചോദിച്ചാ ദേഷ്യപ്പെടും. കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാണെന്നാ വിചാരം. നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നവരാ. മെയിൻറ്റെയിൻ സം ഡിഗ്നിറ്റി. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടണ്ട. ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ്. നിങ്ങൾക്ക് പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി. പബ്ലിക്കിലേക്ക് ഇറങ്ങിയാ ഇതുപോലെ ചിലതൊക്കെ കേൾക്കേണ്ടി വരും. വീണ്ടും ആ കഥയും പറഞ്ഞുകൊണ്ട് വന്ന വായി പല്ലുണ്ടാവില്ലേ? തല്ലുവാടാ നീ. എന്നാ തലിക്ക് കാണട്ടെ. നീ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ പറയും. ആരെടാ തെറ്റ് ചെയ്തത്? എന്താ ചെയ്തത്? ഏയ് മിഥുൻ, വാട്ട് ഈസ് ദിസ്? അയാളെ അങ്ങ് വിട്ടേക്ക്. ഇവന്റെ വായിന്ന് വരുന്ന അത്ര ശരിയായ കാര്യങ്ങളൊന്നും ഇവനെ കിട്ടല്ലോ. കഴുത്ത് ഞെരിച്ച് കൈയെടുക്കുന്ന കളയാ. വേണ്ട. ആ സരി എവിടെ പോയി കിടക്ക? ഇങ്ങനെയുള്ള തെമ്മാടികളാണ് ഫംഗ്ഷൻ വിളിക്കുന്നത്. ആരാടാ തെമ്മാടി? ആരാ തെമ്മാടിത്തരം കാണിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും അറിയാം. വേണ്ട മിഥുൻ, നിങ്ങൾ പോന്നോക്ക്. പോകാൻ. ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് വരുന്നില്ല എന്ന് പറഞ്ഞത്. നീയല്ലേ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. 4 പേരെ കാണുമ്പോൾ നിനക്കൊരു സന്തോഷമാവല്ലോ കരുതി കൊണ്ടുവന്നാ. അവന്മാരങ്ങനെയൊക്കെ പറയുന്ന അവൾക്കറിയാൻ പറ്റുമോ? അല്ല മേഘന, നീ എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നേ? ഞാനെന്താ ഇവിടെ ചെറിയ കുട്ടിയാ? നീ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്നോണ്ടാ ഇവന്മാരെല്ലാം ഈ രീതിയിൽ കമന്റ് ചെയ്യുന്നേ.
കുറച്ചു നേരത്തേക്ക് നീ എന്നെ ഒന്ന് വെറുതെ വിട്. മിഥുനേട്ട ഏയ്, ഞാൻ കാം ഡൗൺ ചെയ്തോളാം മേഘനെ, യു ഡോണ്ട് വെറി. ഞാനും ഇതൊക്കെ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. നീ എന്തിനാ അവന്റെ പുറകെ തന്നെ നിൽക്കുന്നേ? സരിയും മഞ്ജരിയും പ്ലാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അയ്യോ സോറി അച്ഛാ, മഞ്ജരിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാ മിഥുനേട്ടന്റെ നിഴൽ പോലെ കൂടെ നിൽക്കുന്ന. നമ്മളെല്ലാവരും ഇവിടെ ഉള്ളപ്പോ മഞ്ജരിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? നീ വിഷമിക്കണ്ട, റിലാക്സ്ഡ് ആയിട്ടിരിക്കേ. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണം. ഇവിടെ വന്നിട്ടുള്ള ജോഡികൾക്ക് ഞങ്ങൾ ഒരു മത്സരം നടത്തുന്നുണ്ട്. മത്സരം എന്താന്ന് വെച്ചാ, ഈ 2 പ്ലേറ്റ്സില് 4 കളർ പാക്കറ്റ്സ് ഉണ്ട്. നിങ്ങളിൽ 4 ജോഡികളെ ഞങ്ങൾ സെലക്ട് ചെയ്യും. പെണ്ണ് ഒരു പ്ലേറ്റിൽ നിന്നും ചെറുക്കൻ മറ്റൊരു പ്ലേറ്റിൽ നിന്നും ഓരോ പാക്കറ്റ് സെലക്ട് ചെയ്യണം. പെണ്ണ് പിക്ക് ചെയ്ത പാക്കറ്റിലെ കളറും ചെറുക്കൻ പിക്ക് ചെയ്ത പാക്കറ്റിലെ കളറും സെയിം ആണെങ്കിൽ ആ ജോഡിയായിരിക്കും ജയിക്കുക. ആ ജോഡിക്ക് ഒരു ഹോളി ഗിഫ്റ്റും ഉണ്ടാവും. മത്സരത്തിന് തയ്യാറാണോ? ഓക്കെ. ഈ പാക്കറ്റ് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് കളർ ചെക്ക് ചെയ്തോളൂ. ഏയ്, നമ്മുടെ രണ്ടുപേരുടെ സെയിം കളറാ, സെയിം കളർ കിട്ടിയേ. ഏയ് ചാരു, എന്തു പറ്റി? ചാരു ചോദിച്ചു കേട്ടില്ലേ എന്തു പറ്റിയെന്ന്? ഇത് സത്യമാണോ വിവേക്? എന്ത്? വിവേക് എന്നോട് തുറന്നു പറ, ഇതിലുള്ളത് സത്യമാണോ? എന്താ ഇത്? ഇത് എന്റെ റിപ്പോർട്ടാണല്ലോ. അപ്പൊ എന്റെ അടുത്ത് സത്യം ഒളിപ്പിക്കായിരുന്നല്ലേ? പ്രശ്നമുള്ളത് എനിക്ക് തന്നെയായിരുന്നു അല്ലേ? അങ്ങനെയല്ല ചാരു, അത് നിന്റെ റിപ്പോർട്ട് ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ. ഇതില് ചാരുമതി എന്ന് എന്റെ പേര് എഴുതിയിരിക്കുന്നത്. ചാരുമതി എന്ന് പറഞ്ഞ പേര് നിനക്ക് മാത്രം ആയിരിക്കണമെന്നില്ലല്ലോ. ചാരുമതി വൈഫ് ഓഫ് വിവേക് നന്ദൻ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ അല്ല വിവേക്. എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? എന്തിനാ എന്നോട് എല്ലാം ഒളിപ്പിച്ചു വെച്ചേ? എന്തിനാ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തത്? എനിക്ക് കുഴപ്പമുള്ളപ്പോ വിവേക് എന്തിനാ എല്ലാ പണിയെടുത്ത് സ്വന്തം നെഞ്ചത്തോട്ടിട്ടത്? ചാരു, അങ്ങനെയൊന്നും അല്ലെന്നേ. എന്തല്ല, എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലല്ലേ? എനിക്ക് അമ്മയാവാൻ യോഗ്യതയില്ലല്ലേ? അമ്മയെന്ന് വിളിക്കാൻ ഒരു കുട്ടി ഉണ്ടാവില്ലല്ലേ? ചാരു, അതൊന്നും സത്യമല്ല. നിനക്ക് കുട്ടികൾ ഉണ്ടാവും ചാരു. ചാരു, 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 ഹേയ് ചാരു. മേഘന മേഡം, നിങ്ങളുടെ അനുജത്തി ചാരു മൂക്കിന്ന് ബ്ലഡ് ഒക്കെ ആയിട്ട് അവിടെ വീണ് കിടക്കുന്നു. ദേ അങ്ങോട്ട് ചെല്ല് വേഗം. ചാരു, അയ്യോ ചാരു, മേഘന, ചാരു, ചാരു, ഇവൾക്ക് എന്താ പറ്റിയത്? മോളെ, എടാ വിവേക്, ബ്ലീഡിങ് നിൽക്കുന്നില്ലടാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. മോളെ മേഘനെ, അവരോടൊപ്പം നീയും കൂടെ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. മിഥുന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. നീ ചെല്ല്, പെട്ടെന്ന് ചെല്ല്. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. ചെല്ല്. ആന്റി ഇവിടെ നിൽക്കായിരുന്നോ? അവിടെ ആന്റിയുടെ മരുമോള് മയങ്ങി വീണു. അങ്ങനെ എന്താ പറ്റി? അവക്ക് ചാടിത്തുള്ളി ടയർഡായി കാണും. അതറിയില്ല, മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നു.
എന്തിനാ ബ്ലഡ്? ഷോക്കായതുകൊണ്ടാവും. അവക്ക് എന്ത് ഷോക്ക് ഉണ്ടാവാനാ? അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവാ. അവരൊപ്പം ആന്റി കൂടെ ചെല്ല്. കൂടെ ചെന്നാലല്ലേ കാര്യം അറിയാൻ പറ്റൂ. അങ്ങനെ അറിയാൻ മാത്രം എന്താ ഉള്ളേ? ഒന്ന് ചെല്ല ആന്റി. അവരെല്ലാവരും എന്തേ പോവാ. ചെല്ല ആന്റി. സൂക്ഷിച്ച് ചാരു. ഡാഡാ, ഞാനും കൂടെ വരാ. വേഗം കേറുമോ? ചാരു, വിവേക് ഒന്ന് പെട്ടെന്ന് പോവാൻ നോക്ക്. ചാരു, മഞ്ജരി, ഒരു പ്രശ്നം അങ്ങനെ തീർന്നു കിട്ടി. ഇനി മിഥുനെ കൊണ്ട് താലി കെട്ടിക്കുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും മഞ്ജരി. ഇതിന് എന്തേ ചെയ്യുന്നേ? എന്തിനുമ്പോ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നേ? നീ കയ്യിൽ വിടെ. എനിക്കിപ്പോ കുടിക്കണമെന്ന് തോന്നി. ആരും എന്തോ പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയാൽ എങ്ങനെ മിഥുൻ? നമ്മളെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ? അവര് പറഞ്ഞതൊക്കെ കേട്ടാ ആർക്കായാലും ദേഷ്യം വരുമെന്നുള്ളതൊക്കെ സത്യം തന്നെയാ. എല്ലില്ലാത്ത നാക്കല്ലേ മനുഷ്യന്. വായി തോന്നിയതുപോലെ വളയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന എന്തിനാ? ലീവ് ഇറ്റ് മിഥുൻ. ഈ ഇവന്റിനെ ഞാൻ വരാൻ പാടില്ലായിരുന്നു. വന്നിട്ട് ദേ ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ നടന്നത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും അത് തന്നെയാ തോന്നിയത് മിഥുൻ. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സറയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം മേഘനെ ഫോഴ്സ് ചെയ്തിട്ടാ നമ്മളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പാവം മേഘനെ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ മിഥുൻ. എന്നിട്ടിപ്പോ മേഘന എന്തേ? അവളെ വേഗം വിളിക്കേ. എനിക്കിപ്പോ തന്നെ വീട്ടിൽ പോണം. അവള് ഗസ്റ്റുകളോടൊക്കെ സംസാരിക്കുക. കുറച്ചുകൂടി കഴിഞ്ഞാ ഈ ഇവന്റും തീരാൻ പോവാ. എന്തായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇവന്റ് കഴിഞ്ഞതും നമുക്കും പോവാം. എനിക്കിവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ തോന്നുന്നില്ല മഞ്ജരി. എനിക്കും അതേ ഫീലിങ്സ് തന്നെയാ. പക്ഷേ ഒരു മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും അവസാനം വരെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ എന്തൊരു ചൂടാ ഇവിടെ. കൂളായിട്ട് കുറച്ച് സംഭാരം കുടിക്കുന്നോ? ഏയ് ഇങ്ങോട്ട് വന്നേ. കമോൺ. മാഡം. ഇത് ബട്ടർ മിൽക്ക് തന്നെയല്ലേ? യെസ് മാഡം. നീ പോയിക്കോ. കുടിക്കും ഇത്. നല്ല കൂളായിരിക്കും. ഈ ബട്ടർ മിൽക്ക് കുടിക്കും. കുടിക്കും മിഥുൻ. മിഥുൻ, എന്താ ഡാഡ്? നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. എന്തു പറ്റി? ചാരു മൂക്കിന്ന് ബ്ലീഡിംഗ് ആയിട്ട് മയങ്ങി വീണടാ. മേഘനയും വിവേകം കൂടിയാ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഇത് എപ്പോഴാ ഉണ്ടായി ഡാഡ്? ഇത് ഇപ്പോഴാന്നേ. നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. വിവേകും മേഘനയും ആകെ പേടിച്ചിരിക്കുക. ഓക്കെ ഡാഡ്. വാ മഞ്ജരി, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്തു പറ്റി? നിന്ന് നിൽപ്പിൽ പെട്ടെന്ന് ഡോക്ടർ മൂക്കിന്ന് ബ്ലഡ് വന്ന് മയങ്ങി വീഴുമായിരുന്നു. എന്താ കാര്യം അറിയില്ല. പൾസ് ഹെവി ആയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. സറിയൂ, എന്തു പറ്റി? മിഥുൻ അവരുടെ കൂടെ പോവാ. നീ ടെൻഷൻ അടിക്കല്ലേ. നമുക്ക് പ്ലാൻ ബി ഉണ്ടല്ലോ. നീ വന്നേ. ഡാഡ്, സറിയൂ, എടുത്തോണ്ട് വാ.
പറ്റില്ല വിവേക്. എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചേ? അത്രയും നേരം ചിരിച്ചും കളിച്ച് സംസാരിച്ചിരുന്നവളാ എങ്ങനെയാ പെട്ടെന്ന് വീണേ? ഇതിൽ ഒളിപ്പിക്കാനൊന്നും ഇല്ല മോം. ചാരു എന്തുകൊണ്ടാ മയങ്ങി വീണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ അറിയാതെ ഇവിടെ ഒരു ഇല പോലെ അനങ്ങില്ലല്ലോ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ മേഘനെ. നിന്റെ അനിയത്തിക്ക് എന്താ പറ്റിയേ? ഏത് മഹാരോഗം അവക്കുള്ളത്? അതുകൊണ്ടല്ലേ മൂക്കിന്ന് ചോരയായിട്ട് വീണത്? അസുഖമുള്ള പെണ്ണിനെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കായിരുന്നല്ലേ? എന്തൊക്കെയാ മോമി പറയുന്നേ? കുറച്ചു നേരം വായടച്ച് നിൽക്കുന്നുണ്ടോ? ചാരുവിനൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ അത്രയും ടെസ്റ്റുകൾ എന്തിനാ അവർ ചെയ്യിക്കുന്നേ? പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നേരത്തെ അവരങ്ങ് പറയില്ലായിരുന്നോ? ചാരുവിന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല ചെറിയമ്മേ. പക്ഷെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടായെന്ന് ഞങ്ങൾക്കും അറിയില്ല. കുറച്ചു നേരം കൂടി ചെറിയമ്മ ഒന്ന് ക്ഷമിക്ക്. ചെല്ലുമോ, മോമിനോട് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിക്കോ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ചാരുവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം. അയ്യോ, അതുകൊണ്ടല്ല. മഞ്ജരി, ചാരുവിനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നതേ ഉള്ളൂ. ഡോക്ടർമാർ എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഡോക്ടേഴ്സ് എന്താ പറയാൻ പോകുന്നെന്ന് ഞാൻ തന്നെ പറയാം ആന്റി. ചാരുവിന് എന്താ പറ്റിയെന്ന് നിനക്കറിയാമോ? അറിയാലോ, എനിക്ക് ആന്റിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയും കുറച്ചു നേരത്തിനുള്ളിൽ എന്റെ ജോലി പരിപൂർണമാവും. അതുകൊണ്ടേ സത്യം എന്താണെന്നുള്ളത് ആന്റിയും കൂടി അറിയണം. ഹാ, അങ്ങനെ എന്ത് കാര്യം ഇത്രയും കാലമായിട്ട് നീ എന്നിൽ നിന്ന് ഒളിപ്പിച്ചേ? പ്രോബ്ലം ഉള്ളത് വിവേകിനല്ല, ചാരുവിനാണ് ആന്റി. നീ എന്തൊക്കെയാ മഞ്ജരി ഈ പറയുന്നേ? കുറവുള്ളത് ചാരുവിനാണെന്നോ? അതെ, അതെങ്ങാനും മനസ്സിലായ ആന്റിയുടെ മരുമകളെ വീട്ടിൽ നിന്നടിച്ച് പുറത്താക്കുമെന്ന് കരുതിയ ആന്റിയുടെ മോൻ ആന്റിയോട് കള്ളം പറഞ്ഞത് വഴിയെല്ലാം സ്വയം ഏറ്റെടുത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെയും പിന്നെ റിപ്പോർട്ട്സും എല്ലാം മാനേജ് ചെയ്തു. ഇക്കാര്യം പക്ഷെ ഇതുവരെയും ചാരു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നിവിടുന്ന ചാരുവിനത് മനസ്സിലായത്. ആ ഷോക്ക് കണ്ട മാഡം മയങ്ങി വീണത് പോലും. ചാരുവിന് അമ്മയാവാൻ കഴിയില്ലെന്ന് മേഘനയ്ക്ക് നേരത്തെ അറിയാം. ആന്റിയുടെ മോൻ പോലും ഈ കാര്യം ആന്റിയോട് പറയാതെ ഒളിപ്പിച്ചു. മഞ്ജരി, നീ പറയുന്നൊക്കെ സത്യമാണോ? സത്യമാണോ കള്ളമാണോന്ന് കുറച്ച് കഴിയുമ്പോ ഡോക്ടർ തന്നെ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. മഞ്ജരി, അങ്കിള് കണ്ണു തുറക്കുന്നതിന് മുൻപ് മിഥുനെ കൊണ്ട് താലി കെട്ടിച്ചോ? ആ രാജൻ, നിങ്ങൾ ആ പൂമാല കൊണ്ട് അവിടെ കൊടുത്തേക്ക്. എന്നിട്ട് അത് എല്ലാവർക്കും കൊടുക്കാൻ പറ. എന്നാ വാ. മിഥുൻ, ആർ യു ഓക്കേ? മഞ്ജരി, ഡാഡി എന്തേ? ഡാഡി എവിടേക്കാ പോയേ? ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ല മിഥുൻ. ദേ മിഥുൻ, ഇതാ പിടിക്ക്, ഇതങ്ങോട്ട് പിടിക്ക്. ഇതെന്താ മഞ്ജരി? പൂമാലയാ മിഥുൻ. പൂമാലയോ? അതെ, നോക്ക്, അവരെല്ലാവരും ഇട്ടിട്ടുണ്ട്. എനിക്കത് നിന്റെ കൈ കൊണ്ട് കെട്ടണമെന്ന് ആഗ്രഹം മിഥുൻ, പ്ലീസ്. എവിടെയാ? നടക്കൊന്നും തോന്നുന്നില്ല മഞ്ജരി.
മിഥുന് കൊടുത്ത ഡോസ് കൂടിപ്പോയിട്ടുണ്ട്. അവന് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റില്ല. നോ സരയു, എങ്ങനെയെങ്കിലും മിഥുനെ കൊണ്ട് താലി കെട്ടിച്ചേ പറ്റൂ. അതെങ്ങനെ കെട്ടിക്കാനാ? മിഥുൻ ഇപ്പൊ തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇപ്പൊ ജയദേവൻ ഞങ്ങൾ തിരിച്ചു വന്നാലോ? ഡോക്ടർ, എന്റെ അനിയത്തി. സോറി മാഡം, അവരുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്.